ഹലോ ഗൈസ്, വാട്ട്സ്ആപ്പ്, വെൽക്കം ടു അനദർ വീഡിയോ ബൈ ബൈസേ. അപ്പോൾ ഇന്ന് നമ്മൾ ലിറിക് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പോകുന്നത് പഞ്ചാബി MC എന്ന് പറഞ്ഞിട്ടുള്ള ട്രാക്കാണ് ഫ്രം ബാസി ആൻഡ് V3K. സോ ബാസിയുടെ പാട്ട് ഏതെങ്കിലും ഒന്ന് ബ്രേക്ക് ഡൗൺ ചെയ്യണം എന്ന് കുറേ കമൻസും ഇതും വന്നിരുന്നു. സോ ഐ എം ഗിവിങ് മൈ ട്രൈ ടു ഇറ്റ്. ഇത് ഭയങ്കര ഒരു ഡിഫറെൻറ്റ് വേയിലാണ് ബാസിയുടെ ട്രാക്സ് പോകുന്നത്. ലൈക്ക് നമ്മുടെ ഫസ്റ്റ് ഹിയറിൽ വി മേ തിങ്ക് ദാറ്റ് ഇത് കുറച്ച് റാൻഡം വാക്കുകൾ ഇങ്ങനെ വന്ന് പോവാണെന്നുള്ളത്. ബട്ട് ഇറ്റ്സ് ഓൾ ലൈക്ക് കണക്റ്റഡ്. ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള മീനിങ് ആണ് വന്നിട്ടുള്ളത് മൊത്തത്തിൽ. യാ, അപ്പോൾ നമ്മൾ ഇത് ഫുള്ള് കേട്ടിട്ട് ബാക്കി പറയാം. ലെറ്റ്സ് ഗോ. പഞ്ചാബി രാജപ്പന്റെ വീടാണോ ഇത്? അത് കഥ പറ. ഇത് ഭൂതം കൊയ്ത സീനെവിടെ പറ? ആ മന്ത്രിയുടെ മോനെവിടെ പറ സാറേ? സോ പഞ്ചാബി രാജപ്പന്റെ വീടാണോ ഇത്? അത് കഥ പറ. ഇത് ഭൂതം കൊയ്ത സീനി എവിടെ പറ? ആ മന്ത്രിയുടെ മോൻ എവിടെ പറ? സെയിങ് ദാറ്റ് പഞ്ചാബി രാജപ്പന്റെ വീടാണോ ഇത്? അതായത് സ്വന്തമായിട്ട് എന്തോ ആണെന്ന് വിചാരിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു അധികാരിയുടെ വീടാണോ ഇത്? എന്തൊക്കെയാണെന്ന് സ്വയം വിചാരിച്ചിരിക്കുന്ന അധികാരികൾ, ഈ വലിയ വലിയ വീട്ടിലുള്ള ആളുകൾ. സോ വലിയ മമ്മൂട്ടിയാണ് എന്നൊക്കെ പറയൂലേ. സോ അതേപോലെ പഞ്ചാബി രാജപ്പന്റെ വീടാണോ ഇത്? അത് കഥ പറ. ഇത് ഭൂതം കൊയ്ത സീന്. ഹീസ് ആസ്കിങ് മെനി ക്വസ്റ്റ്യൻസ് അബൌട്ട് അത് കഥ പറ. സോ ഈസ് ആസ്കിങ്, ഈ അന്ന് അത് ചെയ്തില്ലേ, ഇന്ന് ഈ കാര്യം ചെയ്തില്ലേ, ഇത് ഭൂതം കൊയ്ത സീന്. സോ ഇത് ഭൂതം കൊയ്ത സീൻ എന്ന് പറഞ്ഞിട്ട് നിന്റെ പാസ്റ്റ് ആണ് ഇപ്പൊ നിന്നോട് സംസാരിക്കുന്നത്. സോ നിന്റെ പാസ്റ്റിൽ നീ ചെയ്ത പല കാര്യങ്ങൾക്കുള്ള പണി നിനക്ക് വരാൻ പോവാണ്. സോ ഇത് ഭൂതം കൊയ്ത സീന്. ഇത് ഭൂതം, നിന്റെ പാസ്റ്റ് കൊയ്ത സീന്. എവിടെ പറയാ മന്ത്രിയുടെ മോൻ എവിടെ പറയുന്നു പറയുന്നത് എവിടെയാണ്? ഹീസ് ചലഞ്ചിങ്. ലൈക്ക് എവിടെയാണെന്ന് പറയേ, ആ മന്ത്രിയുടെ മോൻ എവിടെയെന്ന് പറയേ. അതായത് സ്വന്തമായിട്ട് എവിടെ എത്താണ്ട് ബാക്കിയുള്ളവരുടെ മൂട്ടിൽ താങ്ങിയിട്ടാണ്. അതായത് സ്വന്തമായിട്ടൊരു ഐഡന്റിറ്റി ഇല്ല, അതുകൊണ്ടാണ് മന്ത്രിയുടെ മോൻ എന്ന് പറയുന്നത്. സോ ആ മന്ത്രിയുടെ മോൻ എവിടെ പറയും? സ്വന്തമായിട്ട് എവിടെ അല്ലാണ്ട് ബാക്കിയുള്ളവരെ അടിച്ചമർത്താനും ബാക്കിയുള്ളവരുടെ വിമർശിക്കാനും നിൽക്കുന്ന ആ ഒരു സോക്കോൾഡ് അധികാരി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഫിഗർ പലരെയും നമ്മളതിൽ കാണാൻ പറ്റും. പലരെയും കഷ്ടപ്പെടുത്തുന്ന, സ്വന്തമായിട്ടൊന്നും ഉണ്ടാക്കാണ്ട് ബാക്കിയുള്ളവരുടെ ഇത് താങ്ങി പിടിച്ചിട്ട് എത്തിയ ഒരാളെ ആണ് ചോദ്യം ചെയ്യണത്. സോ ഹി സെയിങ് ഇത് വാക്കത്തിയാണ്. വാക്കത്തി മീൻസ് വാൾക്കത്തി മാത്രല്ല, വാക്കത്തി. എൻ്റെ വേർഡ്സ് ആർ ഷാർപ്പ് ലൈക്ക് കത്തി. സോ അതാണ് ഈ വാക്കത്തി. ഇത് വാക്കത്തി വെട്ടിക്കീറും കൊയ്യാൻ ഉഗ്രൻ. ഇത് വാക്കത്തി വെട്ടിക്കീറും. ഇത് വാക്കത്തിയാണ്, അത് നല്ല മൂർച്ചയുള്ളതാണ്. ഇത് എനിക്ക് അറ്റാക്ക് ചെയ്യാൻ ഉപയോഗിക്കുക, കൊയ്യാനും ഉഗ്രാണ്. സോ എനിക്കിതിൻ്റെ ബെനിഫിറ്റ്സും എനിക്കറിയാം. എൻ്റെ നാവ് കൊണ്ടും എൻ്റെ വരികൾ കൊണ്ടും എൻ്റെ വാക്കുകൾ കൊണ്ടുമുള്ള ഉപദ്രവവും അതിൻ്റെ ഒപ്പം തന്നെ അതിൻ്റെ ഒരു രണ്ടാമത്തെ സൈഡ്, അതിൻ്റെ ബെനിഫിറ്റ്സും എനിക്ക് നന്നായിട്ട് അറിയാം. സോ ഹി ഈസ് കോൺഫിഡൻറ്റ് അബൌട്ട് വാട്ട് ഹി ഈസ് ടോക്കിംഗ് ആൻഡ് ഹൗ ഹിസ് സ്കിൽസ് ഈസ്. സോ സ്ഥലത്തെ പ്രധാന പയ്യൻ, അത് അവനെ തന്നെയാണ് പറയുന്നത്. ഇവനാണ് സ്ഥലത്തെ പ്രധാന പയ്യൻ. ഇവിടെ വിളിച്ചോ, ഈ പറഞ്ഞോ ഞാൻ വരുമ്പോ തന്നെ ഈ എന്നെ തീർക്കും എന്നുള്ളത്. സോ എവിടെ തീർക്കും? ഈ എന്നെ എവിടെ തീർക്കും? ബിക്കോസ് യു കനോട്ട് ഡിഫീറ്റ് മീ. ആ ഒരു കോൺഫിഡൻസ് മൂഡിലാണ് ആ ലൈൻസ് മൊത്തം പോകുന്നത്. സോ ഈസ് ഓപ്പൺ ചലഞ്ചാണ് ടു ദി അധികാരീസ്, ടു ദ വിമർശകസ്, ടു ദി ഹേറ്റേഴ്സ്. ഒരു ദിവസം ദൈവം വന്നിട്ട് നീ ചെയ്ത എല്ലാ പ്രശ്നത്തിൻ്റെയും ആ ഒരു ഭവിഷ്യത്ത് ഒരു ദിവസം നിന്നോട് തന്നെ ചോദിക്കും. സോ ദൈവം വരും, തല വാങ്ങും. അതിനുള്ള ഭവിഷ്യത്ത് ഈ അനുഭവിക്കുന്നേ വേണ്ടി വരും. ആൻഡ് തല മാറും. ആ സമയത്ത് നിന്റെ സ്ഥാനത്ത് ആരാണോ ഇരുന്നത് അവര് മാറും. എതിരാകും നിൻ പേര് സ്തുതി. ആർക്കൊക്കെയാണോ ഈ വലിയ സംഭവം എന്ന് പറഞ്ഞിരുന്നത് അവരൊക്കെ നിനക്ക് എതിരാകും. ദാറ്റ് വൺ ഡേ കംസ്. നീ ചെയ്ത തെറ്റുകള് നിന്റെ മുന്നില് ഒരാൾ വന്ന് കാണിക്കുമ്പോൾ, നീ ചെയ്ത തെറ്റുകളുടെ ഭവിഷ്യത്ത് നീ അനുഭവിച്ചു തുടങ്ങുമ്പോൾ അന്ന് എതിരാകും നിൻ പേര് സ്തുതി.
സ്തുതി നിൻ പേര് സ്തുതി പഞ്ചാബി രാജപ്പന്റെ വീടാണോ ഇത് അത് പറ കഥ പറ ഇത് ഭൂതം കൊയ്ത സീനവിടെ പറ ആ മന്ത്രിയുടെ മോനവിടെ പറ ഏയ് പഞ്ചാബി രാജപ്പന്റെ വീടാണോ ഇത് അത് പറ കഥ പറ ഇത് ഭൂതം കൊയ്ത സീനവിടെ പറ ആ മന്ത്രിയുടെ മോനവിടെ പറ ഏയ് ചെത്തി വിട് പൊന്നുമോന പഴങ്ങല മോന്ത വിട് കൊണ വേണ പരുങ്ങല ചാടി വിട്ട് കൊണ വേണ പരുങ്ങല ചാടി വിട്ട് ഓക്കെ സോ ഈ സെയിങ് ചെത്തി വിട് പൊന്നു മോന പരുങ്ങല മോന്ത വിട്. നിനക്കിഷ്ടമുള്ളത് നീ ചെയ്യുക, ചെത്തി വിടുക. ബാക്കിയുള്ളവർ ആരാണോ നിന്നെ തടുക്കാൻ നിൽക്കുന്നത് അവരൊന്നും നിന്റെ ഇഷ്ടത്തിന് ആരെങ്കിലും എതിര് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവരൊന്നും നീ കാര്യമാക്കണ്ട. ഇഫ് യു ആർ കോൺഫിഡൻറ്റ് അബൌട്ട് യുവർ സെൽഫ് യു ജസ്റ്റ് ലീവ് യുവർ ലൈഫ് അക്കോർഡിംഗ് ടു ഇറ്റ്. അല്ലാണ്ട് ബാക്കിയുള്ളവർ എന്ത് വിചാരിക്കും, ഇവൻ എന്ത് വിചാരിക്കും, എൻ്റെ പാസ്റ്റിൽ അങ്ങനെ നടന്നിട്ടുണ്ട്, അങ്ങനെ പണ്ട് അവരെന്നെ അങ്ങനെ ചെയ്തിട്ടുണ്ട്, അതൊന്നും വിചാരിക്കാണ്ട് നീ നിന്റെ ഇഷ്ടത്തിന് ജീവിക്കണം എന്നാണ് പറയുന്നത്. ചെത്തി വിട്. പഴങ്ങല മോന്ത എന്ന് പറഞ്ഞാൽ ഒരു ലൈക്ക് ഐ തിങ്ക് ഇറ്റ്സ് എ പഴയ ചങ്ങല മോന്ത വിട് എന്നുള്ളത്. അതായത് ലോക്കായി കിടക്കുന്ന ആ ഒരു ഇതുമെന്ന് ഈ പുറത്തു പോവാ. സോ പഴങ്ങല മോന്ത വിട് ആൻഡ് കൊണ വേണം പരങ്ങല ചാടി വിട്ട് കൊണ വേണം പരങ്ങല ചാടി വിട്ട്. യു ഹാവ് ടു സ്പീക്ക് വെൻ യു ഹാവ് ടു. അതായത് നീ സംസാരിക്കേണ്ട ഭാഗത്ത് നീ തന്നെ സംസാരിക്കണം. നിന്റെ വാക്കുകൾ കൊണ്ട് നീ എന്തായാലും നിനക്ക് ഇഷ്ടപ്പെടാത്തത് എതിർക്കണം. നീ പണ്ട് നിനക്കുണ്ടായ പഴയ ലോക്കുകളും പഴയ പ്രശ്നങ്ങളും കാരണം നിന്റെ ഫ്യൂച്ചറിനെ അതൊന്നും ബാധിക്കരുത്. യു ഹാവ് ടു ഡു തിങ്സ് as you are like. കാത്തിരി പേടി വേണ മറക്കല്ല നിന്റെ മോറ് വളവിലെ വീട് ഓടല ഇരിക്കുന്നി പറയട്ടെ മരിച്ചില്ല പ്രസ്ഥാനം നിന്റെ സമ്മാനം. സോ കാത്തിരി വെടി വേണം മറക്കല്ലേ നിന്റെ മോറ് വളവിലെ വീട് ഓടല്ലേ ഇരിക്കുന്നി. ദാറ്റ് മീൻസ് യു ഹാവ് ടു വെയിറ്റ്. ഒരു ദിവസം ഇതിനൊക്കെ റെവല്യൂഷൻ ഉണ്ടാവും, ഇതിനൊക്കെ ഒരു തിരിച്ചടി ഉണ്ടാവും. നിന്റെ മോറ് വളവിലെ വീട് ഓടല്ലേ ഇരിക്കുന്നി. സോ ഡോണ്ട് ഗെറ്റ് ഫിയർഡ്. നിന്റെ വീട് നോക്കിയിട്ട് ഓടാൻ നിൽക്കല്ലേ. യു ഹാവ് ടു സിറ്റ് ഡൗൺ ആൻഡ് പറയട്ടെ മരിച്ചില്ല പ്രസ്ഥാനം. നമ്മുടെ ഐഡിയ ലക്ഷ്യം എന്താണോ അതൊരിക്കലും മരിച്ചിട്ടില്ല. നമ്മുടെ പ്രസ്ഥാനം ചിന്ത നമ്മുടെ ആർട്ട് മരിച്ചിട്ടില്ല. സോ അതാണ് നിന്റെ സമ്മാനം. സോ അതാണ് നമുക്കൊക്കെ കിട്ടാൻ പോകുന്ന ഒരു പ്രസന്റ്. യാ പിടിവലി ഇനി കളി വെറും പൊളി പിടിവലി ഇനി കളി വെറും പൊളി. സോ ദാറ്റ്സ് ലൈക്ക് എ കൈൻഡ് ഓഫ് അഗ്രസീവ് മൂഡിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. കുടമാറ്റം കളിയാട്ടം ഇനി വ്യത്യാസം കുമ്മാട്ടി നമസ്കാരം. സോ കുടമാറ്റം കളിയാട്ടം അതായത് കാര്യങ്ങളൊക്കെ നല്ല രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. സോ കുടമാറ്റം അധികാരങ്ങൾ മാറുന്നു, കളിയാട്ടം അതിനായിട്ടുള്ള ഒരു ആഘോഷങ്ങൾ ഉണ്ടാവുന്നു. ഇനി വ്യത്യാസം ഇനി വരാൻ പോകുന്നത് മാറ്റമാണ്. കുമ്മട്ടി നമസ്കാരം. കൂട്ടത്തിൽ കള്ളൻ മാറി അവൻ നാറി. കൂട്ടത്തിലെ കള്ളന്മാരൊക്കെ പുറത്തേക്ക് എടുത്തു തുടങ്ങി. പിന്നെ സീൻ മാറി അവൻ മുതലാളി. പണ്ട് കള്ളനായി നടന്നവരൊക്കെയാണ് ഇപ്പോ ലൈക്ക് രാജ്യം ഭരിക്കുന്നതും രാജ്യം നോക്കുന്നതൊക്കെ. ഞാൻ കൊലയാളി നാടിക്കാരം വാങ്ങി ഞാൻ പവനായി. സോ കള്ളനായവരെ ആളുകൾ അംഗീകരിച്ചു, അവനെ മുതലാളിയാക്കി. അപ്പോ അവനെ എതിർത്ത് നിന്ന് ഞാൻ കൊലയാളിയായി. നാടിൻ കരം വാങ്ങി, നാടിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ കരങ്ങൾ ഉയർത്തി. ഞാൻ പവനായി. സോ ഞാൻ പവനായി എന്ന് പറയുന്നത് ലൈക്ക് രണ്ട് രീതിയിൽ പറയുന്നുണ്ട്. സോ പവനായി ശവമായി എന്നുള്ള ഒരു സംഭവം അവിടെ ഉണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഞാൻ പവനായി എന്ന് പറയുന്നത് പവനുണ്ടല്ലോ, ഗോൾഡിന്റെ പവന്. സോ ഐ ബിക്കേം വാല്യുബിൾ. തിന്മയ്ക്ക് വേണ്ടിയിട്ട് ഈ ഉടായ്പ് കാട്ടുന്നവർക്ക് വേണ്ടിയിട്ട് കരങ്ങൾ ഉയർത്തി, എൻ്റെ വാക്കുകൾ ഉയർത്തി ഞാൻ സംസാരിച്ചു തുടങ്ങിയപ്പോൾ ഐ ബിക്കേം വാല്യുബിൾ. ബിക്കോസ് മരിച്ചിട്ടില്ല പ്രസ്ഥാനം, അത് നിന്റെ സമ്മാനം. മൊത്തം പേരെനിക്കിട്ടോ വെച്ചോ പറഞ്ഞോ ഞാൻ എടുക്കും കഥയൊടിക്കും പെരുമാറും പലതായി വിടവായി. പഞ്ചാബി രാജപ്പന്റെ വീടാണോ ഇത് അത് പറ കഥ പറ ഇത് ഭൂതം കൊയ്ത സീനവിടെ പറ ആ മന്ത്രിയുടെ മോനവിടെ പറ. പഞ്ചാബി രാജപ്പന്റെ വീടാണോ ഇത് അത് പറ കഥ പറ ഇത് ഭൂതം കൊയ്ത സീനവിടെ പറ ആ മന്ത്രിയുടെ മോനവിടെ പറ. സോ
സോ അതാണ് പഞ്ചാബി MC-യിൽ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ. എനിക്കറിയാം ചില കാര്യങ്ങളൊക്കെ മേ ബി ഞാൻ പറഞ്ഞു കൊടുത്തോ മേ ബി എൻ്റെ ചിന്തയാവില്ല ബാസി ഇത് എഴുതിയപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവില്ല. ഇറ്റ്സ് ലൈക്ക് ഓവറോൾ ഈ ട്രാക്ക് കേൾക്കുമ്പോൾ ഐ ഫെൽറ്റ് ലൈക്ക് ഇറ്റ്സ് ആൻ റിപ്ലൈ മോഡിലുള്ള സാധനമാണ്. അതായത് റെവല്യൂഷൻ കൈൻഡ് ഓഫ് ട്രാക്കാണ്. അനീതി, തിന്മ, അടിച്ചമർത്തൽ ഇതിൻ്റെയൊക്കെ എതിരെയുള്ള ഒരു സംസാരമാണ് പഞ്ചാബി MC എന്ന് പറയുന്നത്. സ്വന്തമായിട്ട് സോക്കോൾഡായിട്ട് സ്വന്തമായിട്ട് ഞാനെന്തോ സംഭവമാണെന്ന് വിചാരിച്ചിരിക്കുന്ന ആളുകൾക്ക്, അതായത് ഈ കഴിവുള്ളവർ ഒരിക്കൽ ഉയർന്നു വരും, അവരൊരിക്കൽ ഈ കാര്യങ്ങളൊക്കെ ആളുകളോട് വിളിച്ചു പറയും, അന്ന് നിൻ പേര് സ്തുതി, നിൻ പേര് സ്തുതി. പീസ്. പഞ്ചാബി രാജപ്പന്റെ വീടാണോ ഇത്? അത് പറ, കഥ പറ, ഇത് ഭൂതം കൊയ്ത സീൻ എവിടെ പറ, ആ മന്ത്രിയുടെ മോൻ എവിടെ പറ.